ഈ ശബ്ദമാണ് ഒരുപക്ഷെ ഈ വള്ളം കളിയിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ആവേശഭരിതരാക്കുന്ന ഒരു ശബ്ദം. ഒരു വള്ളം തുഴഞ്ഞെത്തുമ്പോൾ ആ വള്ളത്തിന്റെ മുഴുവൻ ആവേശവും നമുക്ക് ഈ ട്രംപറ്റിന്റെ ശബ്ദത്തിലാണ് നമ്മൾ സാധാരണ കേൾക്കാറുള്ളത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു വള്ളം ഏതാണ്ട് ഒരു 33 മീറ്ററോളം വരുന്ന ഒരു വള്ളത്തിന്റെ ഏറ്റവും ആദ്യത്തെ തുഴ ഒന്നാം തുഴ, അത് തൊട്ട് ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്ന ആ വലിയ തുഴയാണ് പങ്കായം. അതുവരെ ആ വള്ളത്തിന്റെ ഓരോ ഭാഗത്തും ഇരിക്കുന്നവർക്ക് പ്രാധാന്യമുണ്ട്, ആ വള്ളത്തിന്റെ ഓരോ ഭാഗത്തിനും പ്രാധാന്യമുണ്ട്. വള്ളങ്ങളെ കാണുമ്പോൾ നമ്മൾ അതൊക്കെ കൂടി അറിഞ്ഞുകൊണ്ട് കണ്ടാൽ ഒരു പക്ഷെ കൂടുതൽ ആസ്വാദ്യകരമായും ഏറ്റവും നന്നായും നമുക്കത് കാണാം, അല്ലേ ശരണ്യ? അതാണ്. അപ്പൊ സുജി, നമുക്ക് ഒന്നാം തുഴയിൽ തന്നെ തുടങ്ങാം അല്ലേ? തുടക്കം ഈ തുഴയിലാണ് അല്ലേ? ഒന്ന് വിശദീകരിക്കാവോ എങ്ങനെയാണ്? അതായത് നമ്മളിപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ലൈനിലാണ്, നിങ്ങളുടെ വള്ളം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മളിത് തുടക്കം തൊട്ടുള്ള ഒരു പ്രാധാന്യം എന്ന് പറയും? നമ്മൾ ഒന്നാം തുഴ ഇരിക്കുന്ന ആൾ എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് ചെയ്യുന്ന ടൈമിൽ ഈ ഇരിക്കുന്ന ഈ 81 തുഴച്ചിക്കാരാണ് നമ്മുടെ വള്ളത്തിലുള്ളത്. 81 തുഴച്ചിക്കാരും അത് ഈ അലേർട്ടായിട്ടിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിൽ നമ്മൾ വള്ളം പിടിച്ച് കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും കൂടെ ഇരിക്കുന്ന വള്ളത്തിൽ സ്വന്തം അച്ഛനാണെങ്കിലും ശരി, നമ്മുടെ വള്ളത്തിൽ ഇരിക്കുന്നവരെല്ലാവരും സ്ട്രോങ് ആയിട്ട് നമ്മൾ മൈൻഡ് ഫ്രീ ആയിട്ട് അലേർട്ടായിട്ടിരിക്കണം. എന്നാലേ നമുക്ക് എല്ലാ അറ്റ് എ ടൈമിൽ ഒന്നാം തുഴ മുതൽ 81ാമതിരിക്കുന്ന തുഴ വരെ ഫസ്റ്റ് ഒരേപോലെ തുഴ വീണാൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള നമ്മുടെ മൂവ്മെൻറ്റിൽ നമുക്ക് ബെറ്ററായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒന്നാം തുഴ ഇരിക്കുന്ന ആളാണ് അതിൻ്റെ ബാക്കി പുറമോട്ടിരിക്കുന്ന ഈ 80 പേർക്കും അവരുടെ റിതം, തുഴച്ചിലിൻ്റെ റിതം, പവർ എല്ലാം കൺട്രോൾ ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ് ഒന്നാം തുഴ ഇരിക്കുന്ന ഒരു വ്യക്തി. ഇതാണ് ഒറ്റത്തുഴ. ഓക്കെ, കണ്ടോ ഇതിന്റെ പ്രത്യേകത? ഇതിന്റെ ഷേപ്പ് ശ്രദ്ധിക്കണം. ഇതിങ്ങനെ കുറച്ച് പരന്ന്, ഇത് എത്ര എണ്ണം ഉണ്ടാവും? ഇത് 7 എണ്ണം. 7 ഒറ്റത്തുഴയാണ് ഒരു വള്ളത്തിൽ ഉണ്ടാവുക. ഓക്കെ, ഇതിന്റെ പ്രത്യേകത പറയൂ. ഇത് നമ്മൾ ആദ്യം തുഴയുന്ന തുഴയെക്കാട്ടി കുറച്ചുകൂടെ നീളം കുറവായിരിക്കും. പിന്നെ അവിടെ ഇരിക്കുന്ന ആളാണ് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ കൺട്രോളും ഇതുമായിട്ട് ഇരിക്കേണ്ടത്. കാരണം അവരുടെ മുക്കണ്ണിയിരിക്കുന്നത് അവരുടെ തുഴയിൽ നിന്ന് സ്പീഡ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വള്ളം മൂവ്മെന്റിനകത്ത് ചിലപ്പം ഓട്ടോമാറ്റിക്കലി സ്പീഡ് കൂടാം, ഇല്ല കുറയാം. അതെല്ലാം കൺട്രോൾ ചെയ്യുന്ന അവരാണ്. പിന്നെ അത് കഴിഞ്ഞ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒന്നാം തുഴയിൽ നിന്നുള്ളതാണ് ഫോളോ ചെയ്യുന്നത്. ഒന്നാം തുഴയിൽ നിന്നുള്ളതാണ് ഫോളോ ചെയ്യുന്നത്. ചിലപ്പോൾ ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ തന്നെ ഇവരത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. ഈ തുഴയ്ക്ക് നമ്മൾ മുക്കണ്ണി എന്നാണ് പറയാ. അതിന്റെ ഷേപ്പ് ശ്രദ്ധിച്ചറിയാം, താണത്തട്ടിൽ തുഴ. അത് നമ്മളൊരു വള്ളത്തിന്റെ നടുഭാഗം നമ്മൾ നോക്കിയറിയാം, വള്ളത്തിന്റെ ഏറ്റവും താഴ്ന്നിരിക്കുന്ന ഭാഗമാണ്. അവരാണ് വെള്ളത്തോട് ഏറ്റവും അടുത്ത് ചേർന്ന്, ആ വെള്ളവും വള്ളവും തമ്മിൽ വലിയ വ്യത്യാസമില്ലാതെ ഏറ്റവും ചേർന്നിരിക്കുന്ന ഭാഗമാണ് ഈ താണത്തട്ട്. ആ താണത്തട്ടിലാണ് നമ്മൾ ഈ കാണുന്ന മുക്കണ്ണി എന്ന് പറഞ്ഞ തുഴ ഉപയോഗിക്കുന്നത്. അതിന്റെ ഷേപ്പിനും നീളവും നമ്മൾ ഇതിന്റെ രണ്ടിന്റെ കൂടെ നീളം നോക്കി അറിയാം. അതിന് നീളം കുറവാണ്, കാരണം വെള്ളത്തോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഭാഗമായതുകൊണ്ട് നീളം കുറവായിരിക്കും. അപ്പൊ അത് കഴിഞ്ഞാൽ അടുത്ത ഭാഗം ഇതാണ് വള്ളത്തെ നിയന്ത്രിക്കുന്നത്. അതായത് ഒന്നാമത്തെ തുഴ മുതൽ ലാസ്റ്റ് ഇരിക്കുന്ന തുഴ വരെയുള്ള ആൾക്കാർക്ക് കേൾക്കാൻ പാകത്തിന് അവർക്ക് ഒരുമിച്ച് തുഴയാൻ വേണ്ടി ഒരേ രീതിയിൽ ഒരു നട പോലും തെറ്റാതെ ഒരുമിച്ച് തുഴയാൻ വേണ്ടി ഈ ശബ്ദമാണ് ഈ വള്ളത്തിൻ്റെ എല്ലാം. ഇതിന്റെ ഒരു താളം എങ്ങനെയാണ് ഇതിന്റെ? ഇത് നമ്മൾ വള്ളത്തിൽ പിന്നെ ഫസ്റ്റ് ആദ്യത്തെ തുഴ പൊക്കുന്നത് ഈ പിന്നെ ഇടിയനും ഒരേ കണക്കായിരിക്കും പൊക്കുന്നത്. അതേ ഈ ഇടിയനും ഒന്നാം തുഴയും ഒരേ രീതിയിൽ അവർ തമ്മിലുള്ള ഒരു നിങ്ങൾ തമ്മിലാണ് കണക്ഷൻ വരുന്നത് അല്ലേ? അതെ, അത് ഈ വള്ളത്തിന്റെ ശബ്ദത്തിനനുസരിച്ചാണോ ഈ ഒന്നാം തുഴ മൂവ് ചെയ്യുന്നത്? ഒന്നാം തുഴ തൊട്ട് അവസാനം വരെ ഇതിന്റെ ശബ്ദത്തിലാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഇത് വഴിയാണ്, ഈ ശബ്ദം വഴിയാണ് അല്ലേ? ഒന്ന് കാണിക്കുമോ, ഒന്ന് ഉയർത്തി കാണിക്കുമോ? അടിഭാഗം നമുക്കറിയാം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നല്ല അത്യാവശ്യം നല്ല തടി എന്താ? ഇത് പല തടികളും വരുന്നുണ്ട്. ഓരോ വള്ളത്തിനും ഓരോ തുഴച്ചിലിൻ്റെ രീതിയുണ്ട്, ശൈലിയുണ്ട്. ആ ശൈലി എന്ന് പറയുന്നത് അയഞ്ഞ താളത്തിൽ കളിക്കുക, മുറുകിയ താളത്തിൽ കളിക്കുക, അങ്ങനെ പല രീതിയിൽ. നടുഭാവം വള്ളം എപ്പോഴും കളിക്കുന്ന അയഞ്ഞ താളത്തിലാണ് കളിക്കുന്നത്. അതായത് നമ്മൾ തുഴയെണ്ണം കൂട്ടിയിട്ട് കാര്യമില്ല, നമുക്ക് തുഴഞ്ഞ് പുറമോട്ട് കളയാനുള്ള സമയം കൊടുക്കണം. വെള്ളത്തെ അത്രയ്ക്ക് ശക്തമായിട്ട് ആ തുഴ ഒരു മിനിറ്റ് തരുമോ? മറ്റേ ആ തുഴ ഇപ്പം നമ്മൾ പെരുക്കത്താളം അയഞ്ഞ താളമുണ്ട്. പെരുക്കത്താളം എന്ന് പറയുന്നത് പെട്ടെന്ന് ഇടുകയാണ്. ആ പെരുക്കത്താളത്തിന് നമുക്ക് വെള്ളത്തിനും ഇതിനും ലോഡ് കൊടുക്കാൻ പറ്റത്തില്ല. ആയം കൂട്ടി അയഞ്ഞ താളത്തിൽ കളിക്കുമ്പോൾ നമുക്ക് മുന്നോട്ടിട്ട് വലിച്ച് പുറമോട്ട് കളയാനുള്ളൊരു സമയമുണ്ട്. നമ്മുടെ നടുവാമളത്തിൽ എപ്പോഴും കളിക്കുമ്പോൾ അയഞ്ഞ താളത്തിലാണ് സാധാരണ കളിക്കാറുള്ളത്. അപ്പം സ്റ്റാർട്ടിങ്ങിൽ മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത്
3, 10 തുഴയാണ്. അത് ഭയങ്കര പവർഫുൾ തുഴയായിരിക്കും. 1, 2, 3 അങ്ങനെ 10 വരെ. വീണ്ടും 1, 2, 10, 1, 2, 10 അങ്ങനെ 30 തുഴ നമ്മളിടും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൈ നീട്ടിയിട്ടിട്ട് അയഞ്ഞ താളത്തിൽ തുഴഞ്ഞു പോരുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2 മിനിറ്റ് 45 സെക്കൻഡ് മുതൽ 2 മിനിറ്റ് 50 സെക്കൻഡ് വരെ. അപ്പോൾ നമ്മൾ ആ ചെറുമുറിയോട് അടുക്കും. ചെറുമുറി ക്രോസ് ചെയ്യും, നമ്മുടെ കൂമ്പ് ചെറുമുറി ക്രോസ് ചെയ്യുന്ന ഒരു ടൈമാണ്. ഏകദേശം ഒരു നമ്മുടെ ഫിനിഷിംഗ് ലൈനിന്റെ ഒരു മധ്യഭാഗത്തെത്തും അല്ലേ? ഫിനിഷിൻ്റെ മധ്യഭാഗം കഴിഞ്ഞു കാണും. അത് ഏകദേശം ഒരു വള്ളം ഫിനിഷ് ചെയ്യുന്ന 4 മിനിറ്റ് 20 സെക്കൻഡ്, 4 മിനിറ്റ് 15, 4 മിനിറ്റ് 25 ആ ഒരു റേഞ്ചിലാണ് വള്ളം ഫിനിഷ് ചെയ്യുന്നത്. എന്നാലും ഒരു ജയിക്കുന്ന ഒരു വള്ളം ചിറമുറി കഴിയുമ്പോൾ എത്ര മിനിറ്റിലെത്തും? ചെറുമുറി ഒരു കഴിഞ്ഞാണോ അല്ലേ? അതായത് ചെറുമുറി വരെ എത്തുക എന്ന് പറയുന്നത് 2 മിനിറ്റ് 45 മുതൽ 50 സെക്കൻഡ് ഇടയ്ക്ക് ആ വള്ളം ഏറ്റവും നല്ല ടൈമാണ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഇതുവരെ ഒരു ഹിസ്റ്ററി വെച്ചിട്ട് ഫൈനലിൽ നമ്മൾ കളിച്ചിരിക്കുന്ന 4 മിനിറ്റ് 20 ആ റേഞ്ച് 20-25 ഇടയ്ക്കാണ് എപ്പോഴും പള്ളാത്തുരുത്തി ആയാലും മറ്റുള്ള വള്ളങ്ങളൊക്കെ ഫിനിഷിങ് കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഓരോ ഏരിയയ്ക്കും നമ്മളൊരു മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും എപ്പോഴും. വള്ളം നമ്മളൊരു പൊന്നുമടെ നമ്മൾ 5 ദിവസം ട്രെയിനിങ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലായിടത്തും മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇന്ന ഏരിയ ഇന്ന സമയത്ത് നമ്മൾ ക്രോസ് ചെയ്യണം. നമുക്കൊരു സ്ട്രാറ്റജിയാണ്, നമ്മുടെ പ്ലാനാണ്, ടൈം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതനുസരിച്ചായിരിക്കും തുടങ്ങിയത്. അപ്പോൾ ലീഡിങ് ക്യാപ്റ്റൻ അത് മെയിനായിട്ട് നോക്കും. അത് ഇൻ കേസ് അടുത്ത മറ്റുള്ള വള്ളങ്ങളുടെ മൂവ്മെൻറ്റ് നോക്കിയിട്ട് നമുക്ക് ചിലപ്പോൾ ട്രംപറ്റ് ചിലപ്പോൾ നേരത്തെ എടുക്കേണ്ടി വരും, ചിലപ്പം വരാത്ത ചാൻസും ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതനുസരിച്ചായിരിക്കും നമ്മളെപ്പോഴും വള്ളം കളിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം ഓരോ ഏരിയയ്ക്ക് നമ്മളൊരു ടൈമിങ് മാർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മളത് ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചിറ കയറി രണ്ടാമത്തെ ചിറ ഇറങ്ങുന്ന സമയം എന്ന് പറയുന്നത് 2:45-നും 2:50-നും ഇടയ്ക്കാണെങ്കിൽ നമ്മളൊരു വിന്നിങ് പൊസിഷനിലേക്ക് എത്തി എന്നുള്ളതാണ്. അത് ലീഡിങ് ക്യാപ്റ്റൻ എപ്പോഴും വാച്ചിലോ അല്ലെങ്കിൽ ഇതിനകത്ത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, ലീഡിങ് ക്യാപ്റ്റൻ എപ്പോഴും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 1 മിനിറ്റ് 30 സെക്കൻഡ് മുതൽ 35 സെക്കൻഡിൽ നമ്മൾ വള്ളം ഫിനിഷ് ചെയ്യും, ആ ഒരു റേഞ്ച്. അപ്പോൾ ആ 1 മിനിറ്റ് 35 സെക്കൻഡിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോഴേക്കും ഏകദേശം ഈ ട്രംപറ്റും മണിയും ഒക്കെ വരുന്നത് പിന്നെ 200 മീറ്റർ മുൻപെയാണ് നമ്മൾ ട്രംപറ്റ് കൊടുക്കുന്നത്. അതിനു മുമ്പ് ആദ്യം നമ്മൾ കൈമണി നമ്മളൊരു സിഗ്നൽ കൊടുക്കും, ഈ ഒരു സിഗ്നൽ കൊടുക്കും, ഒരു 10 എണ്ണം ഇത് കൊടുക്കും. അത് കഴിഞ്ഞാൽ ട്രംപറ്റ് വെച്ചിട്ട് ഈ ഒരു സൗണ്ട് നമ്മൾ അതിന് ശേഷം കൊടുക്കും, അതൊരു 10 എണ്ണം. അപ്പോഴേക്കും ഏകദേശം ഒരു 200 മീറ്ററൂടെ ഉള്ളതായിരിക്കും നമുക്ക് ഫിനിഷ് ചെയ്യാൻ. അപ്പം പിന്നെ ഫുൾ സ്വിങ്ങില് നമ്മുടെ 7 താളക്കാരും ഈ സാധനം ഈ തുഴച്ചിക്കാരുടെ കുനിഞ്ഞു നിന്നിട്ട് തുഴച്ചിക്കാരുടെ ചെവിയുടെ അടുത്ത് നിന്ന് 2 സൈഡിലിരിക്കുന്നവരുടെ ചെവിയിലേക്ക് ഇതിൻ്റെ സൗണ്ട് നല്ല ശക്തമായിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് ഒരു ബ്ലഡ് തിളയ്ക്കുന്ന ഒരു സമയമാണത്. ആ സമയത്ത് 100% അവൻ്റെ ആരോഗ്യത്തിൻ്റെ 100% അവിടെ പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. ആ 200 മീറ്റർ എന്ന് പറയുന്നതാണ് എല്ലാ വള്ളങ്ങളുടെയും ഗതി മാറ്റുന്നത്, തീരുമാനിക്കുന്നത്. എല്ലാവരും ഫൈനൽ കളിക്കുന്ന 4 വള്ളങ്ങൾ ഏകദേശം ഒരേപോലെ ആയിരിക്കും വരുന്നത്. ചിലപ്പോൾ ഒരു വള്ളം ഇച്ചിരി മുന്നിൽ അല്ലെങ്കിൽ ഇച്ചിരി പുറകിൽ ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് അല്ല 1 അടി ആ ഒരു ഗ്യാപ്പിലായിരിക്കും എല്ലാ വള്ളങ്ങളും ഒരേപോലെ മൂവ് ചെയ്യുന്നത്. നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ മത്സരം കണ്ടു കഴിഞ്ഞാൽ ആ 200 മീറ്ററിലായിരിക്കും ഗതി നിർണ്ണയിക്കുന്നത്, ഏത് വള്ളം ജയിക്കാൻ പോകുന്നത്. ആ സമയത്ത് ആരാണോ കൂടുതൽ ശക്തി കൊടുത്തിട്ട് ഫിനിഷിങ് അടിക്കുന്നത് അവരായിരിക്കും വിന്നറാകുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഏകദേശം ഒരു വള്ളത്തിൻ്റെ ഒരു പൂർണ്ണ ചിത്രം നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ ആരും കാണുന്ന രീതിയിലുള്ളതല്ല വള്ളംകളി എന്നുള്ളതാണ്. ഈ 100ഓളം പേർ ഇങ്ങനെ അണിനിരുന്ന അല്ലെങ്കിൽ 80ഓളം പേർ ഒരേ മനസ്സോടുകൂടി തുഴഞ്ഞു മുന്നേറുക എന്ന് പറയുന്നത് അത്ര ഈസിയല്ല. നമ്മൾ ഇപ്പോൾ ആസ്വാദകർ എന്നുള്ള രീതിയിൽ നമ്മളിത് കരയിലിരുന്ന് കളി കാണുന്ന പോലെയല്ല, ഓരോന്നിനും ഓരോ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. വളരെയധികം പ്രാർത്ഥനയോടുകൂടിയാണ് ഓരോ വള്ളങ്ങളും നാളെ ഇറങ്ങുക. എന്തായാലും ആ ഒരു കാത്തിരിപ്പിലാണ്. ഒപ്പം തന്നെ നമ്മളോട് ഇപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിച്ചത് നടുഭാഗം ചുണ്ടൻകാരാണ്. അവരും പറയുന്നത് ഞങ്ങളും പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. എന്തായാലും ഇത് വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും അവസാനത്തെ ജീവതാളം, ജീവൻ മരണ പോരാട്ടത്തിൽ നൽകുന്ന സിഗ്നലാണിത്. അത്രയേറെ പ്രാധാന്യമുണ്ട് ഈ ഓരോ തുഴകൾക്കും. അപ്പോൾ കുറച്ചും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് നാളെ വള്ളംകളി കാണാം. എങ്ങനെയാണ്, എത്ര ശാസ്ത്രീയമായിട്ടാണ് ഇവർ തുഴയുന്നത്, എങ്ങനെയാണ് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ അവരെടുക്കുന്ന ആ ഒന്നിച്ചുള്ള എഫേർട്ട് എത്രയാണ്, ഇതൊക്കെ മനസ്സിലാക്കി തന്നെ നമുക്ക് വള്ളംകളി കാണാം, ആസ്വദിക്കാം. ആവേശകരമായ ഒരു വള്ളംകളി അനുഭവം നമുക്ക് പങ്കിടാം അല്ലേ? അതെ. അപ്പോൾ ചമ്പക്കുളത്ത് നിന്നും ശ്രീജയ്ക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.